നമസ്കാരമുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ബിഗ് ബോസിലെ താരം ജാസ്മിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പം ജാസ്മിനെ കുറിച്ച് നമുക്ക് അവരുടെ നാട്ടുകാരോടൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ടാക്കി, ചേച്ചിയോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ഇത്താ, നമ്മുടെ നാട്ടുകാരിയല്ലേ ജാസ്മിൻ? അപ്പം വോട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? വോട്ട് എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇത് എങ്ങനെ ചെയ്യുന്നത് അറിയില്ല. ചെയ്യുന്നുണ്ട്. എന്നാലും നാട്ടുകാരൊക്കെ സപ്പോർട്ടാണോ? കുറേ പേര് സപ്പോർട്ട്, കുറേ പേരല്ല. എന്തോ ജാസ്മിന് ഇഷ്ടമില്ലാത്തവരുണ്ടോ? നമ്മൾ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്, ഉള്ളവരും ഉണ്ട്. അതല്ലേ നമ്മൾ കാണുന്നത്. അത് ശരി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാസ്മിൻ്റെ എടുത്തേട്ടമൊക്കെ നമ്മുടെ ചാനലിൽ പോയതിന് ശേഷമാണോ നേരത്തെ ഉണ്ടോ? നേരത്തെ അത്രയും ഉള്ള കുഴപ്പമില്ലായിരുന്നു. പോയതിന് ശേഷമുള്ള കുഴപ്പമാണ്. എന്നാലും ജാസ്മിൻ ഒരു വിജയപ്രതീക്ഷയുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരുത്തി, ഇപ്പോഴത്തെ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തി ഒരു അവസരം കിട്ടി മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാം. ജാസ്മിൻ്റെ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? അവരുടെ കുട്ടിക്കാലം മൊത്തം തൊട്ടേ അറിയുന്ന ആളാണോ? കുട്ടിക്കാലം മുതലേ അറിയാം. കുഴപ്പക്കാരൊന്നും അല്ല. ഫാമിലി എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഈ പെൺപിള്ളേരല്ലേ പ്രാപ്തിയായി വരുമ്പോഴത്തേന് ഇപ്പോഴത്തെ കാലമല്ലയോ, ചാടി ഇറങ്ങിയൊക്കെ കൂടെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ എന്തെങ്കിലും പരാതി ജാസ്മിനെ കുറിച്ച് ഉണ്ടായിരുന്നോ? അല്ല, അതൊന്നും നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ പോകുന്നു, വരുന്നു, അത് കാണുന്നു, കേൾക്കുന്നു. എന്നാലും ഒരു നാട്ടുകാരി എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാലും മറുപടിയൊക്കെ. நல்ல பொண்ணு தான், நல்ல புள்ள தான். இங்கே இருக்கும்போது நல்லா தான் இருந்துச்சு. குடும்பமும் நல்ல குடும்பம் தான். சாவரண்ணே நாங்கள் கூப்பிடுறத இங்கே பக்கத்தில் பார்த்துக்கிட்டு இருக்கோம். பின்ன அந்த பிள்ளைய பற்றி நாங்கள் என்னமா தெத்தி சொல்ல. நல்ல குழந்தை. അമ്മ കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? പിന്നെ 24 மணி நேரம் கண்டுக்கிட்டு பள்ளிக்கூடத்துக்கு போகல, இதெல்லாம் வரணும், வரையில இதெல்லாம் வரணும், இந்த இருக்கு வீடு. நான் இங்கே தான் இருக்கேன் 20 வருஷ காலமா. ആണാ? நல்ல பொண்ணு, நல்ல பொண்ணுமா. ബിഗ് ബോസ് പ്രോഗ്രാം വൈകുന്നേരം ടിവിയിൽ കാണാറുണ്ടോ? കാണുவோம். நாங்கள் டிவியில் செய்தியில் காணுவோம். ജാസ്മിൻ ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ஜாஸ்மின் அங்கே வந்து உங்க கூட வந்த பின்னதான் இந்த பிரச்சனையே வந்து நாங்கள் காத்துல காட்டிருக்கோம். இங்கெல்லாம் ஒரு பிரச்சனையும் இல்லை. ബിഗ് ബോസിൽ പോയപ്പോഴാണ് പ്രശ്നമായത്. ஆமாம், நீங்கள் அங்கே கூட்டு போய் தான் அவளை அந்த மாதிரி குறை சொல்லிக்கிட்டு அலைகிறீங்க. நாங்கள் எங்கள் ஊர்லலாம் இருக்கும்போது எங்கள் பிள்ளை நல்ல பிள்ளையாக தான் இருந்துச்சு. அவளை பற்றி ஏதோ ஒரு செட்டு நாங்கள் பறையதுக்கு இல்லை. ஏன்னா நாங்கள் சின்ன பத்திரந்தே கண்டுக்கிட்டு இருக்கோம். அது சரி. 20 வருஷம் ஆகுது நான் இந்த ஊருக்குள்ள வந்து. எனக்கு தமிழ்நாடு தான். കൊച്ചുനാളെ പോലെ ജാസ്മിനെ അറിയാലേ? അറിയാം. இங்கே தானே இருக்கு வீடு. அவங்க வீட்டுக்கு நான் வேலைக்கெல்லாம் போவேன். பின்ன எனக்கு அறியாமல் இருக்குமா? நான் வேலை பார்த்துக்கு நிற்கிறதுக்கு தோட்டத்துக்கு பள்ளிக்கூடம் விட்டு வந்து எனக்கு சாய இட்டு கொண்டு வருவான். നാട്ടിലൊക്കെ നല്ല സ്വഭാവമല്ലേ? ഈ ബഹളം ഒന്നും ഇല്ലല്ലേ? அதெல்லாம் ஒரு பிரச்சனையும் இல்லைம்மா. എല്ലാരും ജാസ്മിനെ കുറിച്ച് അങ്ങ് നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. இல்லை, எங்களை பொறுத்த அளவில் நாங்கள் ஏன் தெட்டும் பறையதுக்கு இல்லை. பறைந்து அந்த புள்ள எங்கிட்ட அந்த மாதிரி நடந்துக்கிறவும் இல்லை. அதே நாங்கள் பறையாൻ പറ്റും. ബിഗ് ബോസിൽ അന്നേരം ജാസ്മിൻ ജയിക്കണമെന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം. நல்ல முறையில் ஜெயிச்சு வரட்டும். വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ അറിയാമോ? ஆமா, பின்ன நாங்கள் ஓட்டு போட மாட்டோமோ? അത് ശരി. വോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. வாக்கு ஒரு வாக்கு இல்லைன்னா நம்ம செத்ததுக்கு ஒப்பமா ஆயிருப்பேன். நான் தமிழ்நாட்டில் போய் ஓட்டு போட்டு வரேன். എല്ലാരും ഇപ്പൊ എത്രയോ ജനങ്ങൾ കാണുന്നില്ലേ? അത് തന്നെ. അപ്പം നമ്മൾ മാത്രമല്ലല്ലോ. അപ്പോഴെന്താ ഇന്നാൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ വന്ന് ചാനലിൽ വന്നപ്പോൾ അവരുടെ വഴക്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനേ ഞങ്ങൾക്ക് നിങ്ങൾ എന്തോ തരും, ഞങ്ങളെ ശല്യപ്പെടുത്താൻ പോകുമെന്നൊക്കെ പറയും. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പറയും. ഇന്റർവ്യൂവിനൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടല്ലേ? ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. ഞാനും വന്നായിരുന്നല്ലോ. അത് ശരി. ഞാൻ ഇവിടെ ഈ ഒരു പിന്നെ സമ്മേളനം ഉണ്ടായിരുന്നു. ഇപ്പം ഇലക്ഷൻ വരുമില്ലേ, അപ്പം ദോലിലിരിക്കുന്ന ആളോടെ വന്നായിരുന്നു. ദോല് ഭിത്തിയിൽ കയറിയിരിക്കുന്നു. മുകേഷ്. എന്നിട്ട് അവിടെ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കേട്ട്. അത് ശരി. അപ്പോൾ എന്തായാലും ജാസ്മിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരിയായി പോയി. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് പോകും നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലേ? വിചാരിച്ചാൽ അവർക്ക് കൊള്ളാം. അതെ. അല്ല, നമുക്കാർക്കും ഈ പറയുന്ന ആൾക്കുള്ള ഒരു കാര്യം അറിയത്തില്ലല്ലോ. പിന്നെ വിജയിച്ചു പോയാൽ ഒരു പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ച് വിജയിച്ചു പോയാൽ അവർക്ക് കൊള്ളാം. അതെ. അല്ലാതെ അവർ വേറെ വഴിക്ക് പോയാൽ അത് അവർക്ക് തെറ്റിലേക്ക് പോകാതെ നേരെ വന്നാൽ അവർക്ക് കൊള്ളാം.